നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ നെയ്യാറ്റിൻകര ചർച്ച ചെയ്യുന്നത് ആരാകും നെയ്യാറ്റിൻകര പിടിക്കുക എന്നതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും UDF പ്രചരണത്തിൽ ബഹുദൂരം മുന്നിലാണ്. LDF NDA സ്ഥാനാർത്ഥികളും കളം നിറയുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ UDF ബഹുദൂരം മുന്നിലാണ്. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലെ ഒരൊറ്റ പഞ്ചായത്തും LDFന്റെ കയ്യിലില്ല എന്നത് LDFനെ കുഴയ്ക്കുന്നുണ്ട്. ചെങ്കൽ, കാരോട്, കുളത്തൂർ, തിരുപ്പുറം പഞ്ചായത്തുകൾ UDFന്റെ കയ്യിലും അതിയന്നൂർ NDAയുടെ കയ്യിലും നെയ്യാറ്റിൻകര നഗരസഭ LDFന്റെ കയ്യിലുമാണ്. ചുരുക്കം പറഞ്ഞാൽ നഗരസഭ മാത്രമാണ് LDFനെ തുണച്ചത്. ചെങ്കൽ പഞ്ചായത്തിൽ 13 സീറ്റുകളിൽ വൻ ഭൂരിപക്ഷമാണ് UDFന് ലഭിച്ചത്. 8 സീറ്റുകളിൽ LDFും 1 സീറ്റിൽ NDAയും വിജയിച്ചു. കാരോടിൽ 9 സീറ്റുകളിലാണ് UDFന്റെ വിജയം. 8 സീറ്റുകളിൽ LDFും 2 സീറ്റ് NDAയ്ക്കും ലഭിച്ചു. 2 പേർ സ്വതന്ത്രരാണ്. കുളത്തൂരിൽ 13 സീറ്റുകളിലാണ് UDF വിജയക്കൊടി പാറിച്ചത്. അവിടെ LDFന് 6 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. NDAയ്ക്ക് സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിൽ 2 സ്വതന്ത്രർ വിജയിച്ചു. തിരുപ്പുറത്ത് 11 സീറ്റുകളുടെ വൻ ഭൂരിപക്ഷമാണ് UDFന് ലഭിച്ചത്. 4 സീറ്റുകളിൽ മാത്രമാണ് LDF. NDA ഇത്തവണയും തിരുപ്പുറത്ത് അക്കൗണ്ട് തുറന്നില്ല. അതേസമയം അതിയന്നൂറിൽ സ്ഥിതി വ്യത്യസ്തമാണ്. 2 സീറ്റുകൾ മാത്രം UDFനുള്ളപ്പോൾ LDFനും NDAയ്ക്കും ഇവിടെ 8 സീറ്റുകൾ വീതമുണ്ട്. നെയ്യാറ്റിൻകര നഗരസഭയിൽ 13 സീറ്റുകളുള്ള കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. ഭരണകക്ഷിയായ ഇടതുമുന്നണിക്ക് 26 സീറ്റുകളുടെ ഭൂരിപക്ഷമുണ്ട്. അതേസമയം നഗരസഭയിൽ NDA 7 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചിത്രം UDFന് അനുകൂലമെന്നാണ് പ്രവചിക്കുന്നത്. വിജയത്തിൽ ഇതേ പാറ്റേൺ തുടർന്നാൽ UDF അനായാസം നെയ്യാറ്റിൻകരയിൽ വിജയിക്കും.